ആദ്യം ശ്രീ പോൾ തോമസ്, നമുക്ക് ഈ ബജറ്റിന്റെ ഒരു സാമ്പത്തികമായ വശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കൊന്നും നിൽക്കാതെ തന്നെ ബജറ്റ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ മുന്നേറിയിട്ടുണ്ടെന്ന് താങ്കൾക്ക് വിലയിരുത്തുന്നുണ്ടോ? അതെ, ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വോട്ട് ഓൺ അക്കൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 3 മാസത്തേക്കുള്ള ഒരു ബഡ്ജറ്റ്, ഒരു ഇൻ്ററിം ബഡ്ജറ്റായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. എന്നിരുന്നാലും ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊന്നും തന്നെ ഈ ബഡ്ജറ്റിലുണ്ടായില്ല. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു പോപ്പുലിസ്റ്റ് ജനപ്രിയ ബഡ്ജറ്റാകാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ ഇതിനകത്ത് ചെയ്തിട്ടില്ല. അതേസമയം തന്നെ കാപ്പസിറ്റി, അതായത് ഈ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പെൻസുകളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ അതായത് കൂട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. ബാക്കി വെൽഫെയർ മെഷേഴ്സായിട്ട് ഒന്നും തന്നെ ഈ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർ ഊന്നൽ കൊടുത്തിരിക്കുന്ന എല്ലാം ഡെവലപ്മെൻറ്റിന് വേണ്ടി തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ മോഡി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ അടുത്ത അവരുടെ ജനറൽ ഇലക്ഷൻ അവർക്ക് തന്നെ കിട്ടുമെന്നുള്ള ആ ഒരു അമിത പ്രതീക്ഷയായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനും മുതിരാതിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത